കൊറോണ ടൈം ആയ സമയത്തായിരുന്നു ഞാൻ PG ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി തന്നെ പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഡൗൺ ആയി, ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ജോബ്ലെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ സിവിലിൽ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അത് ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയല്ല, ഞാൻ 10th വരെ ആയിരുന്നു ബയോളജി ആയിരുന്നു, അതിനുശേഷം CS കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം മെഡിക്കൽ എന്ന് പറയുന്നത് ഒന്നും അറിയില്ല, ബേസിക് പോലും ശരിക്കും ഓർമ്മയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഹായ്, ഇന്ന് നമ്മളുടെ കൂടെ ട്വിങ്കിൾ ആണുള്ളത്. നമ്മുടെ ആറോണിന്റെ ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. റീസെന്റ് CPC സർട്ടിഫൈഡ് ആവുകയും കാലിക്കറ്റ് തന്നെ പ്ലേസ്മെന്റ് ലഭിക്കുകയും ചെയ്തു. സോ കൂടുതൽ വിശേഷം നമുക്ക് ആളുടെ തന്നെ അറിയാം. ഹലോ, ഹായ്. ഞാൻ ട്വിങ്കിൾ, കാലിക്കറ്റാണ് വീട്. ഞാൻ MTech കഴിഞ്ഞ ഒരാളാണ്. അപ്പം MTech കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഡെലിവറി ആയി. ഞാൻ കുഞ്ഞായ സമയത്ത് പിന്നെ ഞാൻ സിവിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷെ സിവിലാകുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഒന്ന് പുറത്തേക്ക് പോയി വർക്ക് ചെയ്തിട്ടൊക്കെ നിൽക്കണം. അപ്പം കൊറോണ ടൈം ആയ സമയത്തായിരുന്നു ഞാൻ PG ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി തന്നെ പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഡൗൺ ആയി, ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ജോബ്ലെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ സിവിലിൽ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അപ്പം പിന്നെ ആ ടൈമിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ വിചാരിച്ചു ഏത് ജോബാ ചെയ്യുക, സിവിലാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകണം, അല്ലാണ്ട് എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കിയ സമയത്താണ് ഇങ്ങനെ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് അറിയണത്. പിന്നെ ഏറ്റവും നല്ല സ്ഥലം എവിടെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡാണ് ശരിക്കും ഹെൽപ്പ് ചെയ്തത്. ഹസ്ബൻഡാണ് ഫുൾ ആറോണിനെ കുറിച്ചിട്ട് ഒക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ട്. പിന്നെ ഒന്നാമത് ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയല്ല, ഞാൻ 10th വരെ ആയിരുന്നു ബയോളജി ആയിരുന്നു, അതിനുശേഷം CS കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം മെഡിക്കൽ എന്ന് പറയുന്നത് ഒന്നും അറിയില്ല, ബേസിക് പോലും ശരിക്കും ഓർമ്മയില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ആറോണിൽ വന്ന സമയത്ത് ഭയങ്കര ടീച്ചേഴ്സിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര പേടിയായിരുന്നു, എല്ലാവരും ഡോക്ടേഴ്സൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അവരൊക്കെ പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ പറയുമ്പം അയ്യോ ഇതിപ്പം കിട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എക്സാം ബാച്ചിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ടെൻഷൻ ആവേണ്ട എന്നുള്ള ലെവലിൽ എപ്പോഴും അവർ എത്ര നൈറ്റിലാണെങ്കിലും മെസ്സേജ് ചെയ്താലും അവർ റിപ്ലൈ ചെയ്യും, നമുക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അങ്ങനെ ടീച്ചേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോട് കൂടെ പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആറോണിലെ ഡ്രൈവിംഗ് ഇൻ്റർവ്യൂ വന്നു, അതിൽ അറ്റൻഡ് ചെയ്തു. അപ്പം തന്നെ ഇപ്പം റിസൾട്ട് വന്നു, ജസ്റ്റ് സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. അത് വലിയൊരു സമാധാനം, കാരണം ജൂണിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടിയെന്ന് പറയുമ്പോൾ, അതും കാലിക്കറ്റ്. അതെ, അപ്പൊ അതൊരു വലിയൊരു സമാധാനം. കാരണം കിട്ടിയില്ല, കാരണം ഏജും ഒരു ഫാക്ടർ ആവുന്നുണ്ട് ഇപ്പം. അപ്പൊ അതുകൊണ്ട് ഒരു ടെൻഷനായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ആറോണിൽ പഠിച്ചത് കൊണ്ടും പെട്ടെന്ന് ജോബ് ഡ്രൈവ് വന്നതുകൊണ്ടും ഒക്കെ നല്ല മാർക്കോട് കൂടെ പാസ്സാവാൻ പറ്റി. കഴിഞ്ഞ ഉടനെ തന്നെ ജോബും കിട്ടി, അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എനിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഏതൊരു ഫീൽഡിലുള്ള ആൾക്കാരും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മെഡിക്കൽ കോഡിങ്. ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. I suggest Aaron Academy, and thank you, Aaron. So we are really happy to be part of your success journey. All the best. Thank you, ma'am.